ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1-ാം ക്ലാസ്സിലെ സൺഡേ കേറ്റീസം ആനുവൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ സെക്ഷൻ ഉത്തരം പറയുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏത്? ഉത്തരം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബാലനായ ഈശോ വളർന്ന സ്ഥലം. ഉത്തരം നസ്രത്ത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നസ്രത്തിലെ കന്യകാമറിയത്തിൻ്റെ അടുക്കൽ വന്ന മാലാഖയുടെ പേര്. ഉത്തരം ഗബ്രിയേൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ചത് എന്തിന്? ഉത്തരം അനുഗ്രഹിക്കാൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ഉത്തരം ദൈവത്തോടു കൂടെയായിരിക്കുക എന്നതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്? ഉത്തരം ഈശോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മാമോദീസയിലൂടെ നാം എന്തായിത്തീരുന്നു? ഉത്തരം ദൈവമക്കൾ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ നാമത്തിലാണ് നമ്മൾ മാമോദീസ സ്വീകരിച്ചത്? ഉത്തരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മാമോദീസ പേര് പറയുക. ഉത്തരം നിങ്ങളുടെ പള്ളിയിൽ മാമോദീസയ്ക്ക് ഇട്ട പേര് പറയുക. ഈ 9 ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതം 9 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. പൂരിപ്പിക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് നമ്മെ സൃഷ്ടിച്ചു. ഉത്തരം ദൈവം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ നമുക്ക് വേണ്ടി ഡാഷിൽ മരിച്ചു. ഉത്തരം കുരിശിൽ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ ആത്മാവാണ് ഡാഷ്. ഉത്തരം പരിശുദ്ധാത്മാവ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം വസിക്കുന്ന ഭവനമാണ് ഡാഷ്. സ്വർഗം അല്ലെങ്കിൽ ദേവാലയം. അടുത്ത സെക്ഷൻ 3ാമത്തെ സെക്ഷൻ, ബ്രാക്കറ്റിൽ നിന്നും ശരി ഉത്തരം പറയുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമത്തിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ബ്രാക്കറ്റ് 27, 22, 20. ഉത്തരം 27. 15ാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ബ്രാക്കറ്റ് 73, 72, 71. ഉത്തരം 73. 16ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവപുത്രനായ ഈശോയുടെ അമ്മ. ബ്രാക്കറ്റ് മറിയം, എലിസബത്ത്, സാറ. ഉത്തരം മറിയം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ വളർത്തുപിതാവ് ആരാണ്? ബ്രാക്കറ്റ് ജോസഫ്, യാക്കോബ്, മത്തായി. ഉത്തരം ജോസഫ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ പാദങ്ങളാണ് ഈശോ കഴുകിയത്? ബ്രാക്കറ്റ് മറിയം, യൗസേപ്പ്, ശിഷ്യന്മാർ. ഉത്തരം ശിഷ്യന്മാർ. അടുത്ത സെക്ഷൻ 3-4 വാചകത്തിൽ ഉത്തരം പറയുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, നസ്രത്തിൽ ബാലനായ ഈശോ ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം ബാലനായ ഈശോ മാതാപിതാക്കളെ അനുസരിച്ചു, അവരെ ജോലികളിൽ സഹായിച്ചു, ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ളവനായി വളർന്നു വന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ, പിതാവായ ദൈവം എത്രയോ നല്ലവൻ, വിവരിക്കുക. ഉത്തരം പിതാവായ ദൈവം എത്രയോ നല്ലവൻ. പിതാവായ ദൈവം നമ്മെ സൃഷ്ടിച്ചു. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. അവിടുന്ന് നമുക്ക് ഈശോയെ തന്നു. ഈശോ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് പിതാവായ ദൈവം എത്രയോ നല്ലവനാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, മാലാഖ മറിയത്തോട് പറഞ്ഞതെന്ത്? ഉത്തരം ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേരിടണം. 22ാമത്തെ ക്വസ്റ്റ്യൻ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക. ഉത്തരം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബായ്.